പഠിച്ചതും നമ്മളൊക്കെ ഒരു തരത്തിൽ നമ്മൾ ഈ സംസാരിക്കുന്നത് പോലും സമൂഹത്തിന്റെ സയന്റിഫിക് ടെമ്പർ ഉയർത്താൻ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. അതിൽ അങ്ങയുടെ എളിമ ഞാൻ അംഗീകരിക്കുന്നു. അതായത് ഈ സയന്റിഫിക് ടെമ്പർ എന്ന് പറഞ്ഞാൽ അതെന്നും ഉണ്ട് സമൂഹത്തിൽ. എല്ലാ മനുഷ്യരും, അതായത് ആ പറഞ്ഞ ആ ഒരു ശാസ്ത്രബോധം ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. അത് നമുക്ക് അതിൻ്റെ അകത്ത് ശാസ്ത്രത്തിൻ്റെ അകത്ത് വലിയ ജ്ഞാനം വേണമെന്നൊന്നുമില്ല. സയന്റിഫിക് ടെമ്പർ കാര്യം നമ്മൾ എന്തൊരു കാര്യം ചെയ്യുന്നതും അങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്നത് ആ ശാസ്ത്രബോധത്തോടു കൂടി തന്നെയാണ്. അത് നമ്മൾ പലപ്പോഴും അറിയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അതിന് നമ്മൾ ഈ സമൂഹത്തിൽ ശാസ്ത്രബോധം ഉയർത്താൻ വേണ്ടി നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യണം എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. എന്നാൽ സയന്റിഫിക് നോളജ് അതിനെപ്പറ്റി കൂടുതലായിട്ട് അതിന് ബോധപൂർവമായിട്ട് നമ്മുടെ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നവരും അതേപോലെ തന്നെ സർക്കാരും അധികൃതരും ഒക്കെ കൂടുതലായിട്ട് അതിന് ഒരു പ്രചാരണം അല്ലെങ്കിൽ അതിനു വേണ്ട ഒരു പ്രോത്സാഹനം കൊടുക്കേണ്ടത് ആവശ്യമാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, നമ്മൾ സ്കൂളിലൊക്കെയുള്ള നമ്മുടെ ശാസ്ത്ര പഠനം എന്ന് പറയുന്നത് എങ്ങനെയാണ്. ഇപ്പം അപർണയുടെ കാര്യം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പൊതുവെ കണക്കെന്ന് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് അല്ലേ, സ്കൂളിലൊക്കെ പഠിക്കുമ്പോ എങ്ങനെയായിരുന്നു അല്ലെ, കണക്ക് ടീച്ചർ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഏകദേശം. ഈ കണക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു ഭയങ്കര ഭൂതമാണ് എന്നുള്ളൊരു ധാരണ പൊതുവെയുണ്ട്. സയൻസ് വിഷയങ്ങളിൽ എന്താണ് താല്പര്യമുള്ളവർ, ശാസ്ത്രത്തിന് മാർക്ക് മേടിക്കുന്നവൻ വലിയ ബുദ്ധിജീവിയാണ്. അത് ഭയങ്കര പ്രയാസമുള്ളൊരു കാര്യമാണ്. ഫിസിക്സിനൊക്കെ മാർക്ക് മേടിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ പൊതുവേ ഒരു നോഷനില്ല, പൊതുവേ ഒരു ധാരണ. സത്യത്തിലാണ് ചോദിച്ചു, ഈ ശാസ്ത്രം എന്ന് പറയുന്നത് സിമ്പിളാണ്. ഇപ്പൊ എവരി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞ ന്യൂട്ടന്റെ ചലനം. ഇതിന്റെ അകത്ത് എന്താണെന്ന്, ഇത് എത്രമാത്രം ലളിതമാണത്, അതിന് എത്രമാത്രം നമ്മുടെ ജീവിതവുമായിട്ടും ജീവിത യാഥാർത്ഥ്യങ്ങളുമായിട്ടും സമൂഹങ്ങളുമായിട്ടും അതിനെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഇത്രമാത്രം ലളിതമാണ് ഈ സയൻസിലെ നിയമങ്ങളെല്ലാം. സയൻസ് എന്ന് പറയുന്നത് അത്രമാത്രം സിമ്പിളാണ്. ആ രീതിയിൽ ഒരു അപ്രോച്ച് ഇല്ലാതെ കേവലം ഒരു ജോലി, മാസം മാസം ശമ്പളം മേടിക്കുന്ന ഒരു ജോലി എന്ന രീതിയിൽ മാത്രം അധ്യാപകർ ഈ സയൻസിനെ സമീപിക്കുമ്പോഴാണ് ഇത് എങ്ങനെങ്കിലും ഒന്ന് തീർത്താൽ മതി എന്ന്, പോർഷൻ തീർക്കാൻ വേണ്ടിയിട്ട് മാത്രം പഠിപ്പിക്കുക, ഇപ്പം മാർക്ക് കിട്ടാൻ വേണ്ടി മാത്രം പഠിക്കുക എന്ന ആ ഒരു രീതിയുള്ളത് കൊണ്ടാണ്, ആ ഒരു അപ്രോച്ച് ഇന്നും നിലനിൽക്കുന്നതുകൊണ്ടാണ് ഈ ശാസ്ത്ര വിഷയങ്ങൾ എന്തോ ഒരു വലിയ ബാലികേറാമലയാണ്, അത് വലിയ വലിയ ബുദ്ധിജീവികൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണ് എന്ന ഒരു തോന്നലുണ്ടായിരുന്നു. സത്യത്തിൽ അങ്ങനെയൊന്നും അല്ല. ഇപ്പൊ കണക്ക് പരീക്ഷ തന്നെ, കണക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു പരീക്ഷയിലൊന്നും ഇല്ല, ചോദ്യത്തിൽ തന്നെ ഉത്തരമുള്ള വേറെ ഏത് വിഷയമുണ്ടാ പറഞ്ഞാൽ ലോകത്ത് ചില അശോകൻ ഭരിച്ചിരുന്ന കാലം ഏതാണ് എന്ന് ചോദിച്ചാൽ ചോദ്യം വേറെയും ഉത്തരം വേറെയുമാണ്. എന്നാൽ 4 3 കൂട്ടിയാൽ 7 എന്നുള്ളത് 4 3 അതിന്റെ ഉത്തരം കിടക്കുന്നുണ്ട്. ചോദ്യത്തിൽ തന്നെ ഉത്തരമുള്ള ഒരേ ഒരു സബ്ജക്റ്റ് ഈ ഭൂമിക്ക് മേളിലുള്ളൂ, അത് കണക്കാണ്. അത്രമാത്രം ലളിതമാണ്. ആ രീതിയിൽ വേണം ഇതിനെ സമീപിക്കാൻ. പണ്ട് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഒരു കഥ കേട്ടിട്ടുണ്ട്. ആൽബർട്ട് ഐൻസ്റ്റീൻ കണക്കിന് വളരെ വളരെ മോശമായി, വളരെ ചിന്തിക്കാൻ കഴിയാത്ത കാര്യമാണ്. കണക്കിന് വളരെ മോശമായിരുന്നു ഐൻസ്റ്റീൻ. ആ ഐൻസ്റ്റീന് സ്വന്തം അമ്മാവനാണ് ആ വഴി തിരിച്ചു വിട്ടത്. അദ്ദേഹത്തിനോട് പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നമ്മൾ ഒരു കള്ളനും പോലീസുണ്ട്, എക്സ് എന്ന് പറയുന്നത് ഒരു കള്ളനാണ്, എക്സ് ആണെന്നില്ല, ഇതിനെയാണ് നമുക്ക് കണ്ടുപിടിക്കുക. ഈ രീതിയിൽ അങ്ങോട്ട് ഒന്നും മാറ്റിവിട്ടപ്പോഴത്തേക്ക് ഐൻസ്റ്റീൻ ആരായി മാറി എന്നുള്ളത് ചരിത്രമാണ്. ഇങ്ങനെ ശാസ്ത്രം പഠിപ്പിക്കാൻ പറ്റും, ഇങ്ങനെ ശാസ്ത്രം പഠിക്കാനും പറ്റും. ഇപ്പം മരിച്ചുപോയ മഹാശാസ്ത്രജ്ഞനുണ്ട് ഡോക്ടർ സുദർശൻ, മലയാളിയാണ്, വലിയ ശാസ്ത്രജ്ഞനാണ്. 9 പ്രാവശ്യം നോബൽ പ്രൈസിനൊക്കെ അദ്ദേഹത്തിനെ നോമിനേറ്റ് ചെയ്തതാണ്. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണം ഞാൻ നേരിട്ട് കേട്ടു. അദ്ദേഹത്തിന് ഈ വലിയ ഗഹനമായ ക്വാണ്ടം ഫിസിക്സും അല്ലെങ്കിൽ ആ രീതിയിലുള്ള പാർട്ടിക്കിൾ ഫിസിക്സ്, തിയറട്ടിക്കൽ ഫിസിക്സ്, ഈ സാധനമൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ, നമുക്ക് പറഞ്ഞു തരാൻ വലിയ വലിയ കാര്യങ്ങളൊന്നും വേണ്ട. ഒരു കാറ്റത്തനങ്ങുന്ന ഒരു ഇലയോ അടർന്നു വീഴുന്ന ഒരു പഴമോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കാര്യങ്ങളുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്തുകൊണ്ട് എത്ര ഗഹനമായ കാര്യങ്ങളും അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യും. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അതിൻ്റെ അകത്ത് അത്രത്തോളം ഡീപ്പായിട്ടുള്ള ജ്ഞാനവുമുണ്ട്, അതിനോടുള്ള ആ ഒരു വലിയ താല്പര്യവും പാഷനുമുണ്ട്. ഇപ്പൊ തിയറി ഓഫ് റിലേറ്റിവിറ്റിയെ പറ്റി പണ്ട്
ഐൻസ്റ്റീൻ എക്സ്പ്ലെയിൻ ചെയ്തത് വളരെ ലളിതമായിട്ടാണ്. സപ്പോസ് നിങ്ങൾ ഒരു ഒരു അറുബോർ, എന്നെ പോലെയുള്ള ഒരു അറുബോറിന്റെ ക്ലാസ്സിൽ ഇരിക്കുകയാണ് എന്ന് വിചാരിക്കുക. 1 മണിക്കൂർ നിങ്ങൾക്ക് ഒരു 10 ദിവസമായിട്ട് തോന്നും. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ പ്രണയഭാജനവുമായി സംസാരിച്ചിരിക്കുകയാണെന്ന് വിചാരിക്കുക. 1 മണിക്കൂറിന് 1 നിമിഷത്തിന്റെ വലിപ്പം പോലും നിങ്ങൾക്ക് തോന്നില്ല. ഇതാണ് തിയറി ഓഫ് റിലേറ്റിവിറ്റി. ഐൻസ്റ്റീൻ പറഞ്ഞു കൊടുത്തതാണ്. ഈ രീതിയിൽ ഇങ്ങനെ താല്പര്യം ജനിപ്പിച്ചുകൊണ്ട് ശാസ്ത്രത്തിനെ പഠിപ്പിക്കാൻ പറ്റും, പഠിക്കാനും പറ്റും. അതല്ലാതെ വെറും മെക്കാനിക്കലായിട്ട് ശാസ്ത്രത്തിനെ സമീപിക്കുമ്പോഴാണ് ഇത് വലിയ ബാലികറാമലയായിട്ടും വലിയ ബുദ്ധിമുട്ടായിട്ടും ഒക്കെ തോന്നും. അതാണ് ശരിക്ക് സർക്കാരും നമ്മുടെ സമൂഹവും ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെയാണ്, ആ രീതിയിലാണ് സിമ്പിളായിട്ട് സമീപിക്കുക. ഇത് സിമ്പിളാണ്. സത്യത്തിൽ നമ്മൾ ഇന്ത്യയിലേക്ക് വന്നാൽ, അല്ലെങ്കിൽ കേരളത്തിലേക്ക് വന്നാൽ, നമ്മുടെ അഭിമാനമാണ് ISROയും VSSCയും ഒക്കെ. ഈ ബഹിരാകാശ ശാസ്ത്ര മേഖലയിൽ ഏറ്റവും വലിയ സംഭാവനകൾ നൽകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും വലിയ ചുവടുവെപ്പുകൾ വെക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഏറ്റവും ഒടുവിൽ സ്പേഡെക്സ് വരെ എത്തി നിൽക്കുമ്പോൾ നമ്മുടെ വളർച്ചയും വലിയ രീതിയിലാണ്. പക്ഷേ ഞാൻ നേരത്തെ ചോദിച്ചത് അതിനനുസരിച്ച് ഇവിടെ എന്തൊക്കെ നടക്കുന്നു എന്ന് മനസ്സിലാക്കാൻ നമ്മൾ മലയാളികൾക്ക് എത്ര കണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അവിടെയാണ് എനിക്ക് തോന്നുന്നത് ഈ വിഷ്വൽസിൻ്റെ, ഈ വാർത്തകളുടെയൊക്കെ ഒരു പബ്ലിസിറ്റി അത് വലിയ ഗുണം ചെയ്യുന്നത്. അതെ, മലയാളിയുടെ ഒരു പൊതു സ്വഭാവമുണ്ട്. എപ്പോഴും ഈ ഹൈപ്പിന്റെ പുറകെ കണ്ടമാനം പോകും. ഹൈപ്പിന്റെ പുറകെ പോകും. അതിന്റെ കാലം ഇപ്പൊ നോക്കിക്കോളൂ. ഇനി നാളെ വേറൊരു ന്യൂസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ സുനിത വില്യംസിനെ മറക്കും, എല്ലാവരെയും മറക്കും, മുഴുവനും മറക്കും. അതായത് തൽക്കാലത്തേക്കുണ്ടാകുന്ന ഒരു താല്പര്യം മാത്രമേ ഉള്ളൂ. പക്ഷെ ഇത് ഒരുപാട്, ഒരു 1000 പേരിൽ ഉണ്ടാകുന്ന താല്പര്യം 1 or 2 പേരിൽ തന്നെ ഇത് വളരെ വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അത് തന്നെ വലിയ കാര്യമാണ്. അങ്ങനെ ഉണ്ടാവുള്ളൂ. അതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് തോന്നുന്നു. ശ്രീജ, ഇപ്പൊ നമ്മൾ ഈ സ്പേഡെക്സ് വരെ എത്തി നിൽക്കുന്നുണ്ട്. ഡോക്കിംഗ് നമ്മൾ വിജയകരമായി ചെയ്തു, അൺഡോക്കിംഗ് ചെയ്തു. അതായത് ആ വളർച്ചയിൽ നമ്മളും നിർണായകമായ ഒരു ചുവടുവയ്പ് വെച്ച് കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ തന്നെ വിശ്വസിക്കാം അല്ലെ നമ്മുടെ ഒരു ബഹിരാകാശ മേഖലയിലേക്കുള്ള നമ്മുടെ വളർച്ചയിൽ? പിന്നെ സംശയം എന്താ? കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഇന്ന് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബഹിരാകാശ ശക്തി തന്നെയാണ്. ISRO ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ഏജൻസിയാണ്. ഒരു കാര്യം ഓർക്കണം, നമ്മുടെ പരിമിതികളിൽ, എത്രമാത്രം വലിയ പരിമിതികളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ നേട്ടങ്ങളൊക്കെ എടുത്തത് എന്നുള്ളിടത്താണ് അതിൻ്റെ പ്രാധാന്യം ഇരിക്കുന്നത്. നമ്മുടെ ഒരു വർഷത്തെ ബഹിരാകാശ ബജറ്റ് എത്രയുണ്ടെന്ന് 13,000 മുതൽ 15,000 കോടി വരെയാണ് നമ്മുടെ ഒരു വർഷത്തെ ബഹിരാകാശ ബജറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ 10 ഇരട്ടിയാണ് ചൈനയുടെ. 1.5 ലക്ഷം കോടിയാണ് ചൈനയുടെ. അമേരിക്കയുടെ ബഹിരാകാശ ബജറ്റ് എന്ന് പറഞ്ഞാൽ 4.5 ലക്ഷം കോടി രൂപയാണ്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, ഈ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ആണ് നമ്മൾ ഈ നേട്ടങ്ങൾ കൊയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ISROയിലെ ശാസ്ത്രജ്ഞന്മാരെ നമ്മളൊന്ന് നോക്കിക്കോളൂ. ഒരു 99% ശാസ്ത്രജ്ഞന്മാരും സാധാരണ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് പഠിച്ചു വന്ന വളരെ ഹംബിൾ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവരാണ്. നിങ്ങൾക്ക് അവിടെ ഈ IIT പ്രൊഫഷണൽസിനെ കാണാൻ കഴിയില്ല. അധികം അങ്ങനെ IIT പ്രൊഫഷണൽസ് അവിടെ ഇല്ല. എല്ലാം സാധാരണ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നതാണ്. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സർക്കാർ കൊടുക്കുന്ന ശമ്പളമേ എവിടെയുള്ളൂ. സർക്കാരിൻ്റെ ആ ഒരു ക്രൈറ്റീരിയയിൽ വരുന്നവരാണ് അവർ. ഒരു IIT പ്രൊഫഷണലിനെ സംബന്ധിച്ചിടത്തോളം IITയിൽ അവന് 4 വർഷം കഴിയുമ്പോഴേക്ക് അവന് പഠിച്ച് 1ാമത്തെ 2ാമത്തെ 3ാമത്തെ ഇയർ ആകുമ്പോഴേക്ക് മാസം ലക്ഷങ്ങൾ ശമ്പളം കിട്ടുന്ന ജോലിയൊക്കെ അവർക്ക് ഓഫറായിട്ടുണ്ടാവും. അതേസമയം ഒരു ISRO ചെയർമാൻ കിട്ടുന്നതിനേക്കാട്ടിൽ ശമ്പളം ഒരു IIT പ്രൊഫഷണലിന് കിട്ടും. തുടക്കത്തിൽ 25-26 വയസ്സിൽ കിട്ടും. ഇങ്ങനെയുള്ള പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് ജോലി ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ അസാമാന്യമായ പാഷനും കമ്മിറ്റ്മെൻറ്റും ഉണ്ടെങ്കിൽ മാത്രമേ ഈ ISRO പോലുള്ള സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാൻ കഴിയൂ. ആ കമ്മിറ്റ്മെൻ്റ് ഉള്ളത് കൊണ്ടാണ് ഈ ISRO വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു സർക്കാർ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു സർക്കാർ ഉദ്യോഗം പോലെ അല്ല ISRO സയൻറ്റിസ്റ്റുകൾ അവരുടെ ആ ഉത്തരവാദിത്തങ്ങളെ കാണുന്നത്. സ്വന്തം കാര്യമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് മഹാനേട്ടങ്ങൾ ISROയ്ക്ക് കൊയ്യാൻ, ഈ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഈ വലിയ വലിയ നേട്ടങ്ങൾ കൊയ്യാൻ കഴിയുന്നത്. എന്തുകൊണ്ടാണ്? ഇവിടെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ഉണ്ട്. അവരിപ്പോൾ വിമാനങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. എങ്കിൽ പോലും ഈ ISRO പോലെയോ അല്ലെങ്കിൽ DRDO പോലെയോ അല്ലെങ്കിൽ നമ്മുടെ ആറ്റോമിക് വകുപ്പ് പോലെയോ വലിയ ലോകോത്തരമായ നേട്ടങ്ങൾ കൊയ്യാൻ എന്തുകൊണ്ട് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിന് കഴിഞ്ഞില്ല എന്നതിൻ്റെ ഉത്തരം വളരെ സിമ്പിളാണ്.
അത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു സർക്കാർ ജോലിയാണ്, ജോലി ചെയ്യും, ശമ്പളം കിട്ടും, പെൻഷനായി കഴിഞ്ഞാൽ പെൻഷൻ കിട്ടും, കഴിഞ്ഞു. എന്നാൽ ISRO അതല്ല. അവിടെയാണ് നാം നമ്മൾ ഇതിൻ്റെ ആ വ്യത്യാസം തിരിച്ചറിയേണ്ടത്. ഇനി മറ്റൊരു കാര്യം കൂടെയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ അമേരിക്കയുടെയും റഷ്യയുടെയും ഈ ബഹിരാകാശ നേട്ടങ്ങൾക്ക് പിന്നിൽ മറ്റൊരു ചരിത്രമുണ്ട്. എന്താ വെച്ചാൽ രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ഒരുപാട് ജർമ്മനി തോറ്റുപോയി. ജർമ്മനി പരാജയപ്പെട്ട് ജർമ്മനിയെ കീഴടക്കി. 100 കണക്കിന് ജർമ്മൻ ശാസ്ത്രജ്ഞന്മാർ അവിടെ ഉണ്ടായിരുന്നു. വളരെ ഹൈ എക്സ്പെർട്ടൈസ് ഉണ്ട്. അവരെ വേണമെങ്കിൽ നാസികൾ എന്നുള്ള രീതിയിൽ അവർക്ക് കൊന്നുകളയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാമായിരുന്നു. പക്ഷേ അമേരിക്കയും റഷ്യയും ഈ ശാസ്ത്രജ്ഞന്മാരെ പങ്കിട്ടെടുക്കുകയാണ് ചെയ്തത്. അതാത് രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോയി അവർക്ക് എല്ലാ ഫെസിലിറ്റിയും കൊടുത്ത് അവരെ അതാത് രാജ്യങ്ങളുടെ പൗരന്മാരാക്കി അവരെ ഉപയോഗിക്കുകയാണ് ചെയ്തത്. ഈ അപ്പോളോ ദൗത്യങ്ങളുണ്ടല്ലോ, ചന്ദ്രയാൻ അവരുടെ ചന്ദ്രനിലിറങ്ങി ആ പദ്ധതിയുടെ ഇന്ന് അവരെ ഉണ്ടാക്കിയിട്ടുള്ള ഏറ്റവും വലിയ റോക്കറ്റുകളിലൊന്നാണ് സാറ്റേൺ 5. അതിൻ്റെ പിതാവ് എന്ന് പറയുന്നത് വെർണൽ ഫോൺ ബ്രൗൺ, ഈ ഒരു ജർമ്മൻകാരനാണ്. അന്ന് ജർമ്മനിക്ക് വേണ്ടി സെക്കൻഡ് വേൾഡ് വാറിൽ V2 റോക്കറ്റുകൾ ഉണ്ടാക്കി മിസൈലുകൾ, ആദ്യത്തെ മിസൈൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന സാധനമാണ് V2 റോക്കറ്റുകളാണ്. അതുണ്ടാക്കിയ വെർണർ ഫോൺ ബ്രൗണിനെ അമേരിക്ക അവിടേക്ക് കൊണ്ടുപോയി നാസയുടെ ഭാഗമാക്കി. അങ്ങനെ വലിയ 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 ശാസ്ത്രജ്ഞനായ ഒരു മനുഷ്യനാണ് അദ്ദേഹം. അങ്ങനെയുള്ള ആ സൗകര്യവും ഇവർക്കുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ഒരു ആഡംബരവും ഭാരതത്തിനെ സംബന്ധിച്ചോളം ഇല്ല. ഇവിടെ എല്ലാം പൂജ്യത്തിൽ നിന്നുണ്ടാക്കണം, നമ്മുടെ ഈ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, നാം നേടിയത് ചില്ലറ കാര്യങ്ങളാണോ? ഈ ആവശ്യത്തിന് ഇതേപോലെയുള്ള പണവും കൂടി ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ബഹിരാകാശ ഗവേഷണങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് അതിന്റെ സാമ്പത്തിക വശമാണ്. അവിടെയാണ് ഒരു ചിന്ത വരുന്നത്. ഇപ്പോൾ നമ്മൾ അമേരിക്കയിലേക്ക് നോക്കിയാൽ ബോയിങ് ആയാലും സ്പേസ് എക്സ് ആയാലും എല്ലാം സ്വകാര്യ മേഖലയിലേക്ക് എത്തിയിരിക്കുന്നു. ഒരുപക്ഷെ ഏറ്റവും വിശ്വസിക്കാൻ കഴിയുന്ന സ്പേസ് ഷിപ്പ് എന്ന പേര് ഇതോടുകൂടി ഇലോൺ മസ്കും സ്പേസ് എക്സും നേടിയെടുത്തിരിക്കുന്നു. അതായത് പൂർണ്ണമായും സ്വകാര്യ മേഖലയുടെ ഒരു മികവ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വലിയ ചോദ്യങ്ങളുണ്ട്. ഈ സ്വകാര്യ മേഖല ഈ സ്പേസ് തീരെഴുതി കൊടുക്കുകയാണോ? ഇത്തരം വാദങ്ങളൊക്കെ വലിയ രീതിയിൽ വരുന്നുണ്ട്. ആ കിടമത്സരത്തിൻ്റെ ഭാഗമാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ എന്ന് പറയുന്നവരുണ്ട്. ഈ സ്വകാര്യ മേഖലയിലേക്ക് ഇത്തരം കാര്യങ്ങൾ, സ്പേസ് പോലുള്ള ഇത്തരം കാര്യങ്ങൾ പോകുന്നതിനെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? അല്ല, അത് തീർച്ചയായിട്ടും നല്ല കാര്യം തന്നെയാണത്. അങ്ങനെ തന്നെ വേണം. കാര്യം ഇപ്പോൾ സർക്കാർ പൊതുമേഖലയിൽ നിൽക്കുമ്പോൾ, സർക്കാർ മേഖലയിൽ നിൽക്കുമ്പോൾ അതിൻ്റെതായ പരിമിതികളുണ്ട്. അവർക്ക് ഈ ഇന്നൊവേറ്റീവായിട്ട് ചിന്തിക്കാൻ കഴിയും. പക്ഷേ എന്നാൽ ആ ഇന്നോവേഷൻസ് നടപ്പാക്കുന്നതിനൊക്കെ ഒരുപാട് ഫോർമാലിറ്റീസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിൻ്റെതായ സമയമുണ്ട്. എന്നാൽ ഈ ഒരു സ്വകാര്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് തടസ്സങ്ങളില്ല. അവർക്ക് തീരുമാനമെടുക്കുന്നതിന് ഒരുപാട് സമയമൊന്നും എടുക്കില്ല. വളരെ പെട്ടെന്ന് അവർക്ക് കാര്യങ്ങൾ മുമ്പോട്ട് നീക്കാൻ പറ്റും. ഇന്നോവേറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരു മേധാവിയും അല്ലെങ്കിൽ കുറേ ആൾക്കാരും കയ്യിൽ പണവും ഉണ്ടെങ്കിൽ അവർക്ക് മഹാത്ഭുതങ്ങൾ തീർക്കാൻ കഴിയും. ഇപ്പോൾ ഒരു കാര്യം, ഇപ്പോൾ ഈ സ്പേസ് എക്സിൻ്റെ തന്നെ ചരിത്രം നോക്കൂ. എന്നാണ് ഈ സ്പേസ് എക്സ് ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപിക്കുന്നത്? 2006 2007 മറ്റോ വേണ്ടി ചെറിയ റോക്കറ്റ് വിക്ഷേപിച്ചു. അതിനുശേഷമുള്ള അവരുടെ ആ വളർച്ച നോക്കൂ. എന്തൊരു നമുക്ക് അവിശ്വസനീയമായ വളർച്ചയല്ലേ. അതേപോലെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് ഉള്ള നാസ പോലും റീയൂസ് ചെയ്യാവുന്ന ഒരു റോക്കറ്റ് എന്നുള്ളതിനെ പറ്റി ചിന്തിച്ചിട്ട് പോലും ഇല്ല. ചിന്തിച്ചിട്ടുണ്ട്, പക്ഷെ നടന്നിട്ടില്ല. എന്നാൽ ഇപ്പം നമ്മൾ കാണുന്നതല്ലേ, റോക്കറ്റ് വിക്ഷേപിക്കുന്നു, അതിൻ്റെ 1ാം ഘട്ടം നേരെ തിരിച്ചറിഞ്ഞ് 4 കാലിൽ വന്ന് ഒരു പോഡിൽ വന്ന് ലാൻഡ് ചെയ്യുന്നു. അതപ്പോ സാധാരണ സംഭവമായി കഴിഞ്ഞു. വളരെ സാധാരണമായ സംഭവം. അതുപോലെ സ്റ്റാർഷിപ്പ് എത്ര എണ്ണമായി, 10-12 15 ആയി അതിന്റെ ലോഞ്ചിങ്. എത്ര എണ്ണം പൊട്ടി തകർന്നു പോയി, പരാജയപ്പെട്ടു. പക്ഷെ അവരങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ പരീക്ഷണം, അതിന്റെ ഡെവലപ്മെന്റ് തന്നെ.